കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള കോളേജ് നോക്കി എടുക്കാൻ നല്ലത് എപ്പോഴും അവരുടെ മാനേജ്മെൻറ്റ് കോട്ട ത്രൂ എടുക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പ്രൈവറ്റിൽ നമുക്ക് അലോട്ട്മെൻറ്റ് ത്രൂ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് മാനേജ്മെൻറ്റ് സീറ്റ് എടുത്താലുള്ള ഗുണം നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ അവരുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ത്രൂ എടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ക്വാളിഫൈഡ് ആക്കും നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആക്ക് പോലും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. VCI കോട്ട ത്രൂ പോയാലും ഈ പറഞ്ഞ 35 lakhs ഫീസ് ആവും പ്രൈവറ്റ് സെക്ടറിൽ. വേറെ ഏത് പേരൻസിൻ്റെയും ഡൗട്ടാണ് നമ്മുടെ VCI അംഗീകൃതമാണോ അല്ലെങ്കിൽ കേരള PSC നമുക്കൊന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ പറഞ്ഞ മലയാളീസ് മാത്രം ചൂസ് ചെയ്യുന്ന കോളേജൊക്കെ ഉണ്ട്. മാനേജ്മെൻറ്റ് കോട്ടയിൽ മലയാളീസിൻ്റെ നമ്പർ കൂടുതലുള്ള കോളേജ് ഉണ്ട്. എന്തായാലും ഈ ഒരു ഇയറിൻ്റെ ഒരു 95% അവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. സോ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. സോ ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക, അതാണ്. പ്രൈവറ്റ് വെറ്റിനറി പഠനം നോർത്ത് ഇന്ത്യയിൽ സേഫ് ആണോ, അതേപ്പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ അറിയാമല്ലോ, നമുക്ക് ഗവൺമെൻറ് സ്കോർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും സൗത്ത് ഇന്ത്യയിലുള്ളൊരു കോളേജ് ചൂസ് ചെയ്യുമായിരിക്കും നല്ലത്, അല്ലേ? അതെ. കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിൽ 2 കോളേജാണ് ഉള്ളത് കീം ത്രൂ എടുക്കാവുന്നത്. അതുപോലെ തന്നെ VCI കൗൺസിലിങ്ങിൽ ആണ് നോക്കുന്നെങ്കിൽ കൂടി നമ്മൾ സൗത്ത് ഇന്ത്യ ചൂസ് ചെയ്യുമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതെ, നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പം കോളേജിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ഹോസ്റ്റൽ ക്വാളിറ്റി എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിചാരിക്കാത്ത ലെവലിലാണ് ക്വാളിറ്റി നിൽക്കുന്നത്. സോ എപ്പോഴും സൗത്ത് ഇന്ത്യ ചൂസ് ചെയ്യുമായിരിക്കും ബെറ്റർ. ഈവൻ ഗവൺമെൻറ് സ്കോർ ഉണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യ ഫസ്റ്റ് ചൂസ് ചെയ്യുമായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 2 തരത്തിൽ നമുക്ക് സീറ്റ് എടുക്കാം, അല്ലേ? VCI കൗൺസിലിംഗ് ത്രൂ സീറ്റ് എടുക്കാം, അല്ലാതെ ഡയറക്റ്റ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 50% സീറ്റ് ഉണ്ടല്ലോ, അതിലും എടുക്കാം. അതെ, മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ VCI കൗൺസിലിംഗ് ത്രൂ വരുന്ന പ്രൈവറ്റ് കോളേജിലെ 15% സീറ്റ്, ബാക്കി 85% വരുന്നത് അവരുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ത്രൂ ആണ് വരുന്നത്. ഈ 15% ഓൾ ഇന്ത്യ കോട്ടയിൽ എടുക്കുന്നത് കൂടാണ്ട് അവരുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് കൂടി എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള കോളേജ് നോക്കി എടുക്കാൻ നല്ലത് എപ്പോഴും അവരുടെ മാനേജ്മെൻറ്റ് കോട്ട ത്രൂ എടുക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് പ്രൈവറ്റിൽ നമുക്ക് അലോട്ട്മെൻറ്റ് ത്രൂ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് മാനേജ്മെൻറ്റ് സീറ്റ് എടുത്താലുള്ള ഗുണം നമുക്ക് കോളേജ് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, ഫീസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കുകയും ചെയ്യും, അല്ലേ? അതെ, ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജ് നോക്കി, അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ മാനേജ്മെൻറ്റ് നോക്കിയിട്ട്, ഏറ്റവും ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറുള്ള കോളേജ് നോക്കിയിട്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ അവരുടെ സ്റ്റേറ്റ് കൗൺസിലിംഗ് ത്രൂ എടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ക്വാളിഫൈഡ് ആക്കും നീറ്റ് ജസ്റ്റ് ക്വാളിഫൈഡ് ആക്ക് പോലും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 35 lakhs ഒക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് കോട്ടയിൽ എടുക്കുന്നതായിരിക്കും. അവിടുത്തെ ഈവൻ ത്രോ ഇവരിപ്പം ഈ പറഞ്ഞ VCI കോട്ട ത്രൂ പോയാലും ഈ പറഞ്ഞ 35 lakhs ഫീസ് ആവും പ്രൈവറ്റ് സെക്ടറിൽ. വേറെ ഏത് പേരൻസിൻ്റെയും ഡൗട്ടാണ് നമ്മുടെ VCI അംഗീകൃതമാണോ അല്ലെങ്കിൽ കേരള PSC നമുക്കൊന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഏറ്റവും അധികം ഡൗട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? അതെ, VCI ഈ പറഞ്ഞ VCI ഒരു ലിസ്റ്റ് ഇട്ടുണ്ട്, ആക്ച്വലി ലിസ്റ്റ് ഓഫ് കോളേജസ്, അപ്രൂവ്ഡ് കോളേജസ്. അതിൽ ഷെഡ്യൂൾ 1 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതെ, ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ 5 ഇയർ കഴിഞ്ഞ് പാസ് ഔട്ടായ സ്റ്റുഡൻസ് പാസ് ഔട്ടായ കോളേജുകളാണ് ഷെഡ്യൂൾ 1 ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് തന്നെ അപ്രൂവ്ഡ് കോളേജ് എന്ന് പറഞ്ഞ് വേറൊരു സെപ്പറേറ്റ് ലിസ്റ്റുണ്ട്, ടീംഡ് കോളേജ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ലിസ്റ്റുണ്ട്. എൻ്റെ അകത്ത് അപ്രൂവ്ഡ് കോളേജിൽ ഏത് പഠിച്ചാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോസിബിലിറ്റി ഇല്ല. അതെ, അപ്പോൾ കൗൺസിലിംഗ് ത്രൂ പോകുന്ന കോളേജൊക്കെ അപ്രൂവ്ഡ് ആയിരിക്കും, അല്ലേ? അതെ, അല്ലാതെ മാനേജ്മെൻറ്റ് സീറ്റ് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് VCI അപ്രൂവ്ഡ് തന്നെയാണോ. അതെ, തീർച്ചയായിട്ടും VCI അപ്രൂവ്ഡ്, ഡോക്ടർ പറഞ്ഞാൽ VCI അപ്രൂവ്ഡ് ആണോ എന്ന് നോക്കണം. അതുപോലെ ഡീംഡ് കോളേജ് പൊതുവെ ചൂസ് ചെയ്യാണ്ടിരിക്കുമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ആരും ഡീംഡിൽ പഠിച്ച് ഇതുവരെ കേരളത്തിലല്ല ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കിയാൽ വെറ്റിനറിക്ക് ആരും ഡീംഡിൽ പഠിച്ച് പാസ് ഔട്ട് ആയിട്ടില്ല. സോ ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നു ഷെഡ്യൂൾ 1 അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ റെക്കഗ്നൈസ്ഡ് ലിസ്റ്റിലൊരു 5 ഇയർ കഴിഞ്ഞ കോളേജ് ചൂസ് ചെയ്യുമായിരിക്കും എപ്പോഴും നല്ലത്. വേറൊരു കൺസേൺ ആണ് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും റാഗിങ്ങിൻ്റെ ഇഷ്യൂസ്. അതെ, പിന്നെ റാഗിങ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് നമ്പർ കൂടുതലുള്ള കോളേജിലായിരിക്കും. അതെ, അവരായിരിക്കും മെജോറിറ്റി. മലയാളീസ് കുറവായിരിക്കും മിക്ക കോളേജുകളിലും. അതെ, പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ പറഞ്ഞ മലയാളീസ് മാത്രം ചൂസ് ചെയ്യുന്ന കോളേജൊക്കെ ഉണ്ട്. മാനേജ്മെൻറ്റ് കോട്ടയിൽ മലയാളീസിൻ്റെ നമ്പർ കൂടുതലുള്ള കോളേജ് ഉണ്ട്. അത് അങ്ങനത്തെ കോളേജ് നോക്കി ചൂസ് ചെയ്യുക. അതിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് നമുക്ക് സപ്പോർട്ടീവായ കോളേജുകൾ നോക്കി ചൂസ് ചെയ്യുക. ചില കോളേജുകളൊക്കെ പറഞ്ഞു തരുന്നു, ഞങ്ങൾ ഹരിയാന അല്ലെങ്കിൽ ബീഹാർ അങ്ങനെയുള്ള സ്ഥലത്ത് പിള്ളേർ എടുക്കാറില്ല. നോർത്ത് ഇന്ത്യയിലെ ചില സ്റ്റേറ്റ്സിലെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ കൂടുതൽ അഗ്രസീവ് ആയതുകൊണ്ട് എടുക്കാണ്ടിരിക്കുന്ന കോളേജ് ഉണ്ട് ആക്ച്വലി. അതുപോലെ തന്നെ മലയാളീസ് കൂടുതലുള്ള കോളേജ് നോക്കി ചൂസ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത്. പിന്നെ നമ്മളെപ്പോഴും മാനേജ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ക്യാമ്പസ് വേണം എപ്പോഴും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ, അല്ലേ? അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, ഇപ്പോൾ വെള്ളത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ റൂമിൽ AC ആയിക്കോട്ടെ. അതെ, നമുക്ക് ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ പോയി സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിന് ഏറ്റവും മാനേജ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോളേജ് ചൂസ് ചെയ്യുമായിരിക്കും. കാരണം 48 മണിക്കൂറായിട്ട് വെള്ളം കിട്ടാത്ത കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ACD ഇഷ്യൂസ് ഉള്ള കോളേജസ് ഉണ്ട്.
ഏറ്റവും ബെറ്റർ മാനേജ്മെൻറ്റ് ഏറ്റവും നല്ലത് നിങ്ങൾ പോയി ഏറ്റവും കണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന കോളേജ് ചൂസ് ചെയ്യുമായിരിക്കും എപ്പോഴും ബെറ്റർ. ചില പിള്ളേർ പറയുന്നത് കേൾക്കാം, പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷത്തിൽ 1-2 തവണ ആയിരിക്കും വീട്ടിലൊക്കെ വരാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ വിടത്തില്ല അവർ. എന്തായാലും ഈ ഒരു ഇയറിൻ്റെ ഒരു 95% അവർ അവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. സോ ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. അപ്പോൾ മാക്സിമം മലയാളി കുട്ടികളുണ്ട്, നമുക്ക് അഡ്വാൻറ്റേജ് എല്ലാവർക്കും ഒരുമിച്ച് ലീവ് സാങ്ഷൻ കിട്ടാൻ കുറേ കൂടെ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബെറ്ററായിട്ട് ഈ പറഞ്ഞ ഈ മലയാളി സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റും, അത് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യം, അതും നമുക്ക് മലയാളി പോപ്പുലേഷൻ കൂടുതലുള്ള കോളേജ് ആകുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യൻ ഷെഫ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫാക്കൽറ്റി മലയാളീസ് അവൈലബിൾ ഉള്ള കോളേജസ് ഉണ്ട്. ചില കോളേജിലെ കുട്ടികൾ പറയുന്നത് സ്ഥിരം ദാലും ചപ്പാത്തിയും അതെ എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദി ഫാക്കൽറ്റി ഉള്ള കോളേജസ് ഉണ്ട്. സോ ചൂസ് ചെയ്യുമ്പോൾ വയസ്സായിട്ട് ചൂസ് ചെയ്യുക. അതാണ് ഒന്നുമില്ല, മലയാളി സ്റ്റുഡൻസ് മുൻപേ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യ ഒരു റെഫറൻസ് കിട്ടും, എന്താണ് അവിടെ നടക്കുന്ന ആക്ച്വൽ സംഭവം എന്നുള്ള കൃത്യ ഒരു റെഫറൻസ് കിട്ടും. അതിനുശേഷം മാത്രമേ വെറ്ററിനറിക്ക് ഒരു അഡ്മിഷൻ എടുക്കാവുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് മീഡിയം ഓഫ് ടീച്ചിങ് അല്ലേ. അതെ, തീർച്ചയായും. മിക്ക നോർത്ത് ഇന്ത്യൻ കോളേജുകൾ ഹിന്ദിയിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഹിന്ദി ആയിരിക്കത്തുമില്ല. അതെ, മാനേജ്മെൻറ്റ് കോട്ടയിൽ ആകെയുള്ളത് ഈ പറഞ്ഞ ഒരു 8-10 കോളേജ് ഉള്ളതിൻ്റെ അകത്ത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ പ്രിഫർ ചെയ്യുന്ന കോളേജുകളിൽ ഹിന്ദിയിലേ പഠിപ്പിക്കത്തുള്ളൂ. സോ അവിടെയും നമ്മൾ നോക്കേണ്ടത് ഒരു സൗത്ത് ഡോമിനൻസ് ഉള്ള കോളേജിൽ ഉറപ്പായിട്ടും അവർക്ക് ഹിന്ദി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കേരള, തമിഴ്നാട്, ആന്ധ്ര കുട്ടികളുള്ളടുത്ത് അതെ. അപ്പം ഹിന്ദി പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഈവൻ ദോ റെക്കഗ്നൈസ്ഡ് കോളേജ് ആണെങ്കിലും ഹിന്ദിയിൽ പഠിപ്പിക്കുന്ന കോളേജസ് ഉണ്ട്. സോ അവിടെയും ഒരു സൗത്ത് ഡോമിനൻസ് ഉള്ള കോളേജ് നോക്കി ചൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. മലയോരത്തിൽ പ്രത്യേകിച്ചും ഇപ്പം വെറ്ററിനറിക്ക് പോകുന്ന കൂടുതലും പെൺകുട്ടികളുണ്ട് അല്ലേ. ആദ്യം പറഞ്ഞ പോലെ വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും വീട്ടിൽ വരുന്നത്. അപ്പം 2 തവണയാണെങ്കിൽ കൂടി പോക്കൊരു പാടായിരിക്കും ചില കോളേജുകളിൽ. അതെ, കിട്ടുന്നത് 10 ദിവസമായിരിക്കും ലീവ് കിട്ടുന്നത്. അപ്പം ഒരു എയർപോർട്ട് ആക്സസിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ആക്സസിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കോളേജും പോയി വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നമ്മൾ ആക്ച്വലി എല്ലാ കോളേജിൻ്റെ ഒരു ഫുട്ടേജുകൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഠിക്കുന്ന സ്റ്റുഡൻസിനെ കണക്ട് ചെയ്ത് തരാൻ പറ്റും. ഈ 10 കോളേജിനെയും ആക്ച്വലി നിങ്ങളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് എപ്പോഴും കോളേജ് ചൂസ് ചെയ്യുക. ഇതിനകത്ത് ബെസ്റ്റ് ഓർ മോശമെന്ന് പറയാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ മാർക്കും എല്ലാം കൺസിഡർ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെങ്കിലും VCI കോട്ടയിൽ എടുക്കുന്നതിനേക്കാളും ബെറ്റർ എപ്പോഴും ഈ കോളേജുകൾ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപ്രോച്ച് ചെയ്യുമായിരിക്കും. ഫീസ് സെയിം ആണ്, അതുപോലെ തന്നെ സീറ്റ്സിൻ്റെ നമ്പർ മാനേജ്മെൻറ്റ് കോട്ടയിൽ കൂടുതലാണ്. നോർത്ത് ഇന്ത്യയിലെ വെറ്ററിനറി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി കൺസേൺസ് ഇതൊക്കെയാണ്. കൂടുതൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. അതെ, ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ്. നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെയുണ്ട്. താങ്ക് യു.